ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ റൂം ടൂറാണ് കേട്ടോ. റൂം ടൂർ എന്ന് പറയുമ്പോൾ വലിയ റൂമൊന്നുമല്ല, ഒരു കൊച്ചു റൂം, ഒരു ചെറിയ ചിന്ന റൂം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഞാൻ നിൽക്കുന്നത് വീടല്ല, ഇത് ഫ്ലാറ്റോ വീടൊന്നുമല്ല, ഹോസ്പിറ്റൽ അക്കോമഡേഷനാണ്. അതായത് ഹോസ്റ്റലിൽ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ എൻ്റെ റൂം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഡോറ് തുറന്ന് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഒരു ചെറിയ കോറിഡോറാണ്. അത്ര വലിയ കോറിഡോറൊന്നുമല്ല, എന്നാലും ഒരു ചെറുത്. ഞാൻ കോറിഡോറിൽ നിന്നിട്ട് ഇപ്പുറത്തെ വ്യൂ കാണിച്ചു തരാം. ഇവിടെ നിന്ന് കോറിഡോറിന് നേരെ തന്നെ അവരൊരു കബോർഡ് വെച്ചിട്ടുണ്ട്. കബോർഡ് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഒരുവിധം എല്ലാ സാധനങ്ങളും കൊള്ളുന്ന തരത്തിലുള്ളൊരു കബോർഡാണിത്. നോക്കിയോ, നല്ല വലിപ്പമുണ്ട്. ഇത് ഹാങ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അടിയിലാണെങ്കിലും സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. നല്ലതാണ്. ഞാനിപ്പോൾ തുറക്കുന്നില്ല, നല്ല ക്വാളിറ്റി കിടക്കുകയാണ് കബോർഡ്, അതുകൊണ്ട് തുറക്കുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതെ ഇവിടെ ഒരു ഹീറ്റർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ജനലുണ്ട്. ഈ ജനൽ ഞാൻ തുറന്ന് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ദേ ഇവിടെ ഞാൻ എൻ്റെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ പുറത്തേക്ക് നോക്കുമ്പോൾ. കണ്ടോ, ഇവിടെ സ്റ്റാഫിൻ്റെ കാറൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് സ്പേസ് ആണത്. ഇവിടെ നിർത്തിയിട്ടിട്ടാണ് അവർ ഡ്യൂട്ടിക്ക് കയറുന്നത്. പിന്നെ എൻ്റെ ചെടിക്കുട്ടന്മാരിവിടെ ഇരിക്കുന്നുണ്ട്, എൻ്റെ പ്ലാന്റ് ബേബീസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് തിരിയുമ്പോൾ ഒരു കബോർഡ് ഇരിക്കുന്നുണ്ട്. അത് മറ്റേ കബോർഡ് പോലെ തന്നെ വുഡനായിട്ടുള്ളൊരു കബോർഡാണ്. ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കബോർഡാണ്. ചെറിയ ചെറിയ ഡ്രോയറുകളൊക്കെ എല്ലാത്തിലും നല്ല സ്പേസ് ഉണ്ട്. എൻ്റെ എല്ലാ സാധനങ്ങളും ഈ രണ്ട് കബോർഡിലായിട്ട് കൊണ്ടിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇതിന് മുകളിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞി ടെഡി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന ലാമ്പ് അതിവിടെ ഉണ്ടായിരുന്നതാണ്, അതെൻ്റെ അല്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ സൈഡിലായിട്ട് ഇത് ഞാൻ ഡ്യൂട്ടിക്ക് ഇട്ടുണ്ടോണ ഷൂ ആണ് കേട്ടോ. പിന്നെ ഒരു വേസ്റ്റ് ബിന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാനുള്ള പ്ലഗും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നേരെ ചെല്ലുമ്പോൾ ഒരു ബെഡ് സൈഡ് ടേബിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ബെഡ് സൈഡ് ടേബിളിൽ ഞാൻ എൻ്റെ കുറച്ച് ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കുഞ്ഞു സ്റ്റൂൾ, ഇത് ഞാൻ വാങ്ങിച്ചിട്ടാണ്, ഇതിവിടെ ഉണ്ടായിരുന്നല്ല. പിന്നെ ഈ കാണുന്ന കുഞ്ഞു ഡ്രോയറിലൊക്കെ ഇതിനകത്തും അത്യാവശ്യം സാധനങ്ങൾ വയ്ക്കാൻ. കാണുന്ന പോലെയല്ല, നല്ല സ്പേഷ്യസ് ആണ്. വേണമെങ്കിൽ ഇതൊരെണ്ണം തുറന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഞാൻ കുറച്ച് ക്യാൻഡിൽസ് വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നു, അത് വെച്ചേക്കാണ് അതിനകത്ത്. പിന്നെ ഇവിടെ നിന്ന് വേറൊരു ചെറിയ വിൻഡോ കൂടി ഉണ്ട്. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഇവിടെ വെറുതെ ഇരിക്കുമ്പോഴേക്ക് ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. പിന്നെന്താ, ഇപ്പം സമയം ഇവിടെ രാത്രി 7 മണി ആവാറായി. പക്ഷെ ഇപ്പോഴും കണ്ടോ, സമ്മറാവാൻ തുടങ്ങിയതുകൊണ്ട് ഇപ്പോഴും ഇരുട്ടായിട്ടില്ല. എന്തായാലും ഒരു 9 മണി 10 മണിക്കൊക്കെ അടുത്താവും ഇരുട്ടാകുമ്പോഴേക്കും. ഇവിടെ നിന്നും നേരെ കാണുന്നതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ചെടികളുടെ ഇടയിൽ കൂടി കാണുന്നതാണ് ഹോസ്പിറ്റൽ ബിൽഡിങ്. എന്തായാലും നല്ല വ്യൂ ആണ്. 2 ജനലിൻ്റെ സൈഡിൽ നിന്ന് നല്ല വ്യൂ തന്നെയാണ്. നമ്മൾ കയറി വരുന്നതിൻ്റെ സൈഡിലെ വോളിലായിട്ട് ഇവിടെ ഒരു എമർജൻസി എക്സിറ്റിൻ്റെ സിമ്പൽ ഉണ്ട് കേട്ടോ. ആൻഡ് ഫൈനലി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ബെഡാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്. എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഭയങ്കരമായിട്ട് ചുളുങ്ങിയിരിക്കുകയാണ്. കാരണം ഞാൻ ഇവിടെ വാഷിംഗ് മെഷീനിൽ ഇട്ടപ്പോഴേ മോഡ് മാറിപ്പോയി, അതാണ് ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്ന ഷീറ്റ്. ഈ കുഷ്യൻസൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ കൊച്ചു റൂം ടൂറ്.